ഹായ് ഗൈസ്, നമ്മൾ രാവിലെ തന്നെ ഒരു ട്രിപ്പ് പോകണമെങ്കിൽ ക്ഷീണത്തിലിരിക്കുമ്പോഴാണ് മലയാളി വിളിച്ചു പറഞ്ഞത് മറ്റൊരു ട്രിപ്പ് സെറ്റായിട്ടുണ്ടെന്ന്. പിന്നെ ഒന്നും നോക്കില്ല, വണ്ടി എടുത്ത് നേരെ വന്നു. ഇത് മോന്താൽ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. മനൂർന്ന് കുഞ്ഞിപ്പള്ളിക്ക് വന്ന വഴിക്കാണ് ഈ മോന്താൽ എന്ന് പറഞ്ഞ സ്ഥലം. മോന്താൽ പാലത്തിനടുന്ന് റൈറ്റിലേക്കുള്ള വഴിക്കാണ് നമ്മൾ വന്നത്. ഇവിടെ ഒരു കയറിക്കൂടലിന് വന്നയാ. അപ്പോൾ പാർട്ടി അങ്ങോട്ട് പോയപ്പോൾ ഭക്ഷണം കഴിക്കാൻ എന്നെയും വിളിച്ചു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് വരുന്ന വഴിയത്. അങ്ങനെ ഒരു 1500 മീറ്റർ നടന്നിട്ട് നമ്മൾ വണ്ടീൻ്റെ അടുത്തെത്തി. ഈ വണ്ടി വെച്ചതിൻ്റെ പുറകിൽ ഞാൻ ഒരു കാഴ്ച കാണിച്ചു തരാം. ഒരടിപൊളി കായൽ പോലത്തെ സ്ഥലമാണ്, ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു, പക്ഷേ പോയ ടൈമിൽ അത് ക്ലോസ് ആയിരുന്നു. നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെയല്ല, അവിടെ നിന്ന് നേരിട്ട് നോക്കാൻ നല്ല ഭംഗിയായിട്ടോ, നല്ല കാറ്റും അടിക്കും അങ്ങോട്ടേക്ക്. വൈകുന്നേരങ്ങളിൽ ഫാമിലി ആയിട്ട് വന്നിരിക്കാൻ പറ്റിയ നല്ല സ്ഥലമാണിത്. പക്ഷെ ഇപ്പം ഇതെന്തോ ക്ലോസ് ആയി കിടക്കുകയാണ്. വൈകുന്നേരം ആയിരിക്കും ചിലപ്പോൾ ഓപ്പൺ ആണ്. നമ്മൾ പോയതൊരു ഉച്ച ടൈമിലായിരുന്നു. ഈ സംഭവത്തിന് ബോട്ട് എന്നല്ല പറയുന്നത്, ഇതിന് കയാക്ക് എന്നെങ്ങനെ പറയുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല എന്നാൽ ഇതിന് പറയുന്നതെന്ന്. അതുണ്ടായിരുന്നു കുറച്ചവിടെ. പിന്നെ സേഫ്റ്റി ജാക്കറ്റൊക്കെ അവിടെ കാണാം. ഞാൻ വേറെ ഒരു സംഭവം കാണിച്ചത്, ഇത് കണ്ടോ, ഇവിടെ ഒരു ചെറിയ അണക്കെട്ട് പോലത്തെ കെട്ടിയിട്ടുണ്ട്, ഒരു തോട്ടിലേക്കുള്ള ഈ വെള്ളം. ഇതൊരു തോട് എന്ന് പറയാൻ പറ്റില്ല, ഒരു ചതുപ്പാണ് ഇതിൻ്റെ അപ്പുറത്ത്. ചതുപ്പിൽ നിന്ന് നേരെ വെള്ളം വന്നിട്ട് ഈ കായലിലോട്ട് ചേരുകയാണ് ചെയ്യുന്നത്. കെട്ടുപൊട്ടിയ പട്ടം പോലെ ഒരു തോണി കണ്ടോ. നിങ്ങളെ തോണീൻ്റെ അപ്പുറം കാണുന്ന പാലാണ് മോന്താൽ പാലം കേട്ടോ. അതാണ് പാനൂർ കുഞ്ഞിപ്പള്ളി റൂട്ട്. ഈ തോണി കെട്ടുപൊട്ടിയതല്ലായിരിക്കും, ചിലപ്പം കയറുണ്ടാവും, നമുക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഓളത്തിനനുസരിച്ച് ഇങ്ങനെ ഒഴുകി കളിക്കണത് അവിടുന്ന്. കുറച്ച് സമയം അവിടെ നിന്ന് അതൊക്കെ നോക്കി ഞാൻ നേരെ തിരിച്ച് വണ്ടിയിൽ വന്നു കേട്ടോ. ഒരു 1/2-3 മണിക്കൂർ നിന്നപ്പോൾ പാർട്ടി വന്നു. ഇനി നേരെ പോകുന്നത് നമ്മൾ മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിലേക്കാണ്. പോകുന്ന വഴിക്ക് ബൈപ്പാസ് തന്നെ പുതിയ പമ്പ് വന്നിട്ടുണ്ട്. അതായത് മാഹി വിലയിലാട്ടോ എണ്ണ. അപ്പോൾ എണ്ണ അടിക്കാൻ നിർത്തിയിട്ടുള്ള ഇവിടെ നിന്ന് അടിക്കുന്നതിൻ്റെ മെയിൻ മെറിറ്റ് എന്താണെന്ന് വെച്ചാൽ 10-14 രൂപ എണ്ണക്ക് കുറവാണ്. നമ്മൾ മുഴപ്പിലങ്ങാട് പാർക്കിൽ വന്നിട്ട് ഇത് കണ്ടോ, ഒരു ചെക്കർ വണ്ടി ചെക്ക് ചെയ്യുന്നതാണ്. എവിടെയെങ്കിലും വണ്ടി കൊണ്ടിട്ട് അപ്പം വരും എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ. നമുക്ക് ഗ്ലാസ് ഒക്കെ അടച്ചിട്ട് ബീച്ചിൻ്റെ അങ്ങോട്ടേക്ക് പോയി നോക്കാം. ഈ കാണുന്നതാണ് മുഴപ്പിലങ്ങാട് ബീച്ചിലേക്കുള്ള മെയിൻ എൻട്രൻസ്. ഇവിടുന്ന് വണ്ടി ഇങ്ങോട്ടേക്ക് കയറുമ്പോൾ റൈറ്റ് സൈഡിൽ ഇരിക്കുന്നവർ പൈസ മേടിക്കും. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് ബീച്ചിൻ്റെ പുറത്തുള്ള ഒരു ഗ്രൗണ്ടിലാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് വിഷയമില്ല. ഇതിൻ്റെ ഉള്ളിലേക്ക് വണ്ടി ഇറങ്ങി പൈസ കൊടുക്കണം. മുഴപ്പിലങ്ങാട് ബീച്ചിനെ പറ്റി ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചാണ് മുഴപ്പിലങ്ങാട് ബീച്ച്. കൂടുതൽ ആൾക്കാർ ഇവിടെ വണ്ടിയും കൊണ്ട് വരുന്നത് തന്നെ ബീച്ചിലേക്കൂടെ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കാണുന്ന മതിലുണ്ടോ, ഇതിപ്പോൾ അടുത്ത് കെട്ടുക കേട്ടോ. തിരക്കൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ഒരു 4-5 മണിയൊക്കെ ആകുമ്പോഴൊക്കെ ഇവിടെ നല്ല തിരക്കുള്ളൂ. നമ്മളെത്തി ഒരു 3-3:30 ആകുമ്പോഴാണ്. ഈ ബീച്ച് അങ്ങ് വരെ എത്താൻ കുറേ കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഏകദേശം 3-4 കിലോമീറ്ററിന് മേലെ ഉണ്ട് എന്നാണ് തോന്നുന്നത്. നിങ്ങൾ അങ്ങ് കാണുന്ന ഒരു തുരുത്താണ് കേട്ടോ. വണ്ടികൾ കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഓടിച്ചടിക്കുന്നത്. അതൊക്കെയാണ് ഇവിടെ വരുമ്പോഴുള്ള രസം. ഇത് കണ്ടോ, ഫിഷിംഗ് ബോട്ട്. അടിപൊളി ചായക്കടയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. കണ്ടോ, നല്ല നല്ല ചായക്കടകളൊക്കെ ഉണ്ട്. ഫാമിലി ആയിട്ട് ഫ്രണ്ട്സൊക്കെ ആയി വന്ന് വൈബ് അടിച്ചിരിക്കാൻ പറ്റിയൊരു സ്ഥലമായത്. ഞാൻ നേരെ തിരിച്ച് നമ്മളെ വണ്ടീൻ്റെ അടുത്തോട്ടേക്ക് വന്നു കേട്ടോ. ഞാൻ വന്ന ടൈമിൽ എൻ്റെ വണ്ടി പുറകെ കിടക്കുന്ന ബസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പുള്ളിക്കാരൻ നല്ല കമ്പനിയാണ്, കോട്ടയത്ത് നിന്ന് വന്നേ കേട്ടോ. ഇപ്പം നോക്കുമ്പോൾ കുറേ വണ്ടി വന്നു. നമ്മൾ വണ്ടി അങ്ങോട്ട് ഒതുക്കി മാറ്റിയിടുക ചെയ്തത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്ന ഫാമിലിയും കപ്പിൾസൊക്കെയാണ്. അങ്ങനെ നമ്മൾ മുഴപ്പിലങ്ങാട് നിന്ന് വന്ന് ഇരിട്ടിയിലെത്തി കേട്ടോ. ഇരിട്ടിന്നാണ് ഞാൻ ട്രിപ്പ് തുടങ്ങിയത്. ഇനി നമുക്ക് ഇവിടുന്ന് നേരെ ഉളിക്കലേക്ക് പോകണം. അങ്ങനെ ഞാൻ പാർട്ടിനോടും ബൈ പറഞ്ഞ് നേരെ വണ്ടി എടുത്തോട്ട്. ഇത് നമ്മൾ ഇരിട്ടി പാലം കേട്ടോ. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് പുതിയ പാലം. നമ്മളിപ്പോൾ പോകുന്നത് പഴയ പാലത്തിലൂടെ കേട്ടോ. പുതിയ ലൈറ്റ് ഫിറ്റ് ആക്കിയിട്ടുണ്ട്, അതാണ് ഈ കാണുന്നത്. അതിൻ്റെ മേലെ MS സ്കൂളിൻ്റെ പരസ്യമുണ്ട്. നമ്മൾ ഉളിക്കലെത്തി. ഇനി മെയിൻ പരിപാടി എന്ന് വെച്ചാൽ വണ്ടീൻ്റെ ഉള്ളിൽ കുറച്ച് വൃത്തിയാക്കാനുണ്ട്. പൊടിയൊക്കെ ആയിട്ട് അഴുക്ക് പിടിച്ചിരിക്കുക. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ വണ്ടിയൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് വണ്ടി നേരെ പള്ളിയുടെ ഗ്രൗണ്ടിൽ കൊണ്ടിടാം. ഈ ബ്രഷ് ഒന്ന് മേടിച്ചാൽ കേട്ടോ വണ്ടി കഴുകാൻ വേണ്ടി. ഉള്ളൊക്കെ നമ്മൾ മാറ്റൊക്കെ എടുത്ത് കുടഞ്ഞ് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വണ്ടി പള്ളീൻ്റെ ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അപ്പോൾ നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.